അജിത് പവാർ ഉണ്ടായിരുന്നു. ബസന്ത്, ഒരു നിമിഷം. ആ അപകടത്തിലെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ കത്തിക്കരിഞ്ഞ നിലയിലുള്ള ആ ദൃശ്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഗുരുതരമായൊരു സാഹചര്യമാണ്. ബാരാമതിയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കവെയാണ് ഈ വിമാനം അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാകുന്നത്. ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത്, ആരൊക്കെ ഉണ്ടായിരുന്നു, അജിത് പവാറും ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്ഥിരീകരണം വരുന്നുണ്ടോ? ഇക്കാര്യത്തിൽ ഒരു വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ പുറത്തു വരുന്ന ഏക വിവരം വിമാനത്തിന്റെ ആ ഒരു നിയന്ത്രണം നഷ്ടപ്പെടുകയും വിമാനം ഇടിച്ചിറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു റോഡിന് സമീപം ഒരു കുന്നൻ ചെരുവിലേക്ക് ഇടിച്ചിറങ്ങി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. അത് തന്നെ ഈ വിമാനത്തിൽ സഞ്ചരിച്ചവരാണോ ഇത് സമീപവാസികളാണോ എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയില്ല. ഇപ്പോൾ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ഇതിൽ വ്യക്തമാകേണ്ടത് ഈ വിമാനത്തിൽ അജിത് പവാർ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിവരം മാത്രമാണ്. ഇതൊരു ചെറിയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് മാത്രമുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തകർ സ്ഥലത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ജില്ലാ അധികാരികളും ഒക്കെ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രാഥമിക വിവരം വരുന്നത്. അപകടത്തിൽ പരിക്കേറ്റവരെ തൽക്കാലം, അല്ലെങ്കിൽ ഈ അപകടം വീണ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട് പരിക്കേറ്റവരെ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ബാരാമതിയിലെ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഒരു വിമാനം അപകടത്തിൽപ്പെട്ടു എന്നുള്ള തരത്തിൽ മാത്രമേ നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അത് അജിത് പവാറിന്റെ വിമാനമാണ്. ഉപമുഖ്യമന്ത്രി വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പി വസന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് അപകടത്തിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ബാരാമതിയിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഉപമുഖ്യമന്ത്രിയുടെ വിമാനമാണ്. അജിത് പവാർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപകടത്തിൻ്റെതായിട്ടുള്ള ആദ്യ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത്. ഒരുപാട് കാര്യത്തിൽ ഇപ്പോൾ ഒരു വിമാന അപകടം സംഭവിച്ചു, ഇത്രത്തോളം ആൾക്കാർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരം മാത്രമേ മുന്നിലേക്ക് വരുന്നതായിട്ടുള്ളൂ. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാണ്. അജിത് പവാർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലൊരു സ്ഥിരീകരണവും കൂടി ഇനി വരേണ്ടതായിട്ടുണ്ട്. ബാരാമതിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അതിലൊരു വ്യക്തത കൂടി ഇനി വരേണ്ടതായിട്ടുണ്ട്. ആ അപകടം എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് പോലും വ്യക്തമാകുന്നതാണ്. അജിത് പവാർ സഞ്ചരിച്ച വിമാനം തകർന്നു വീണോ എന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഈ വിമാനം തകർന്നു വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബാരാമതിയിലാണ്. ഇപ്പോൾ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ വിമാനമാണ്. അതിനി കൂടുതൽ കാര്യങ്ങളിൽ സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ അപകടം സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ആയിട്ടുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. എന്താണ് കൂടുതൽ ഗുരുതരമായൊരു സാഹചര്യം തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകാം എത്രത്തോളം അപകടത്തിന്റെ വ്യാപ്തിയുണ്ട് എന്നുള്ളത്. അപ്പോൾ പാർട്ടി വൃത്തങ്ങളിൽ നിന്നായാലും കൂടുതൽ വിവരങ്ങളായിട്ട് ഇനി മുന്നിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത്, ഈ ബാരാമതിയിൽ പ്രത്യേകിച്ച് ഇന്ന് യോഗം, സമ്മേളനം, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളോ പാർട്ടിയുടേതായിട്ടുള്ള മറ്റു നടപടികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഇന്ന്? ഇന്ന് അജിത് പവാർ NCP പക്ഷത്തിന്റെ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ അവരുടെ ഔദ്യോഗിക പക്ഷത്തിന്റെ ഒരു റാലി ബാരാമതിയിൽ നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ തന്നെ ബാരാമതിയിലേക്ക് അജിത് പവാർ പോകുന്നത് എന്നുള്ള വിവരമാണ് രാവിലെ വന്നിരുന്നത്. ഇതിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നീങ്ങിയിട്ടുണ്ട്. ഈ വിമാനത്തിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ളൊരു സൂചന വരുന്നത് അതുകൊണ്ടാണ്. അതായത് ഈ വിമാനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ള ചില പ്രാഥമിക സൂചനകൾ വന്നത് അതുകൊണ്ടാണ്. ഏതായാലും അദ്ദേഹം ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഈ വിമാനത്തിലുണ്ടോ എന്നത് സംബന്ധിച്ചിട്ടൊരു സ്ഥിരീകരണം ഇനി വരാനിരിക്കുന്നു. പക്ഷേ ഈ സംഭവം നടന്ന് ഇത്രയും നേരമായി വാർത്തകളൊക്കെ വന്നിട്ടും അജിത് പവാർ എന്തെങ്കിലും ഒരു അക്കാര്യത്തിൽ, അല്ലെങ്കിൽ പാർട്ടിയോ തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. അതായത് അദ്ദേഹം ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എന്നുള്ളതാണ് ഇതിൽ ഈ അപകടത്തിന്റെ വ്യാപ്തി വലുതാക്കുന്നത്. അദ്ദേഹം വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യചിഹ്നം ഇടുന്നത് അതുകൊണ്ടാണ്. അതായത് ഈ കത്തിക്കരിഞ്ഞ ആണ് മൃതദേഹങ്ങൾ ഉള്ളത്. നമുക്ക് അത് ദൃശ്യങ്ങളിൽ കാണാം. വിമാനം പൂർണ്ണമായി, ആ ഒരു ചെറിയ വിമാനം കത്തി അമർന്നിട്ടുണ്ട്.
അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടു എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. മാത്രമല്ല ഈ വാർത്തകൾ വന്നു തുടങ്ങി ഏകദേശം 10-15 മിനിറ്റ് ആയിട്ട് കൂടി അജിത് പവാർ ഇപ്പോൾ വരുന്ന വിവരം അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ഒരു വിവരമാണ് സംഭവ സ്ഥലത്ത് നിന്നും വരുന്നത്. അജിത് പവാറിനെ ആശുപത്രിയിലേക്ക്, അല്ലെങ്കിൽ ആ സംഭവ സ്ഥലത്ത് നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ഒരു വിവരമാണ് വരുന്നത്. ഏത് തലത്തിലാണ് ഇതിന്റെ ഈ അത്യാഹിതം നീങ്ങുന്നത് എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ വരുന്നത്.